ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീ എവിടെ നോക്കിയാലും കടൽ ക്ലൗഡിലും നിനു ഷാജിയിലും വീക്കെൻഡ് ക്രാഫ്റ്റിലും എവിടെ നോക്കിയാലും ഇപ്പോൾ ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കും ചെയ്യാം ഒരു ക്രിസ്മസ് ട്രീ. ഇതിലത്തെ പകുതി ക്ലിപ്സും ഞാൻ എൻ്റെ മേത്ത് വെച്ച് ചെയ്താറും തന്നെ പകുതി ഇതിൽ പെട്ടിട്ടുള്ളത്. അത് ഞാൻ ലാസ്റ്റാണ് ശ്രദ്ധിച്ചത് ഗൈസ്. ഈ ക്രിസ്മസ് ട്രീ ുമ്പോൾ കുറേ പ്രശ്നങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബാല്യം നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ബാല്യം മരവിച്ച് പോയി കൈസ്. കാരണം അത് ഞാൻ പശയൊന്നും ഇല്ലാതെ അത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് സെല്ലോ ടേപ്പ് പെൻസിൽ അപ്ലയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാരണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയിൽ വെക്കുമ്പോഴത്തേനും അടുത്ത സ്ഥലത്ത് പോരും. ഇവിടുന്ന് വെക്കുമ്പോൾ അവിടെ വരും, അവിടുന്ന് വെക്കുമ്പോൾ അവിടെ വരും. ആ ഒരു ഇതിൽ എപ്പോഴും ഇങ്ങനെ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ലാസ് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അതിങ്ങനെ വെച്ചപ്പം എനിക്കത് തൂക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ക്രിസ്മസ് ബോൾസും ബെൽസും ഒക്കെ നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീയിലാണ്. അതായത് പഴയ ക്രിസ്മസ് ട്രീ വെച്ചതിൻ്റെ കൂടെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കൂടെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ക്ലോ ക്ലിപ്പൊക്കെ കുത്തിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ആയിട്ടിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇപ്പോഴും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യൂ, പിന്നെ കമൻറ്റ് ചെയ്യൂ. അടുത്ത നമ്മൾ എന്ത് ക്രാഫ്റ്റാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വെക്കേഷനാണ് വരുന്നത്. വെക്കേഷൻ നമ്മൾ പൊളിക്കും തന്നെ ഞാൻ പറയുന്നു. നമ്മൾ വെക്കേഷന് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ പറ്റണ അത്രയും വീഡിയോസ് ഇടും. അത്ര അടിപൊളിയായിട്ട് നമുക്ക് വെക്കേഷൻ പഠിച്ച് പൊളിക്കണം. പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ടും അതേപോലെ നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നടന്നാൽ നമുക്ക് വീഡിയോസ് ഇടാം. പിന്നെ നാളെ ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അൺബോക്സിങ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു വാച്ച് വരാനുണ്ട്. സ്മാർട്ട് വാച്ചാണ്. അത് എൻ്റെ അമ്മയ്ക്ക് വൗച്ചർ വഴി കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ അൺബോക്സ് ചെയ്യണോ വേണ്ടി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണുമ്പം വെറുതെ ഇരിക്കുകയല്ലേ, വീഡിയോ വെറുതെ ഇരുന്നിട്ടല്ലേ കാണുന്നത്, അല്ലാതെ ഒന്നും ചെയ്തുകൊണ്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ട്രെൻഡിനോടൊപ്പം ഒന്നല്ല പോകുന്നത്. മസ്ക ബണ്ണൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പകുതി ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം, ശ്രദ്ധിക്കാം, നോക്കാം, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ വാക്കുകൾ. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, അഡ്വാൻസ് മെറി ക്രിസ്മസ്.